വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പാപവും മരണവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റോമർ 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ ആകുന്നു. അതായത് പാപം നമ്മെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവകൃപ നമ്മെ നിത്യജീവൻ്റെ അവകാശികൾ ആക്കുന്നു. പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിനുള്ള ശ്രമം മതങ്ങൾ എല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഒരളവ് വരെ ഇവയ്ക്കൊന്നും ശരിയായ ഫലം കാണുവാനും കഴിയുന്നില്ല. മനുഷ്യവർഗം മുഴുവൻ പാപത്തിൽ വീണിരിക്കുകയാണ്. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന സഭാപ്രസംഗി 7:20 പറയുന്നത്. യിരെമ്യാവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഒരിക്കലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത മുറിവുകൾ പിടിച്ചിരിക്കുന്നവൾ എന്ന യിരെമ്യാവ് 30:12-13 വരെ. മുറിവുകൾ ഉണ്ടാകുവാനുള്ള കാരണം 15-ാം വാക്യത്തിൽ പറയുന്നത് നിൻ്റെ അകൃത്യത്തിൻ്റെ ആധിക്യ നിമിത്തവും നിൻ്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവുമാകുന്നു. യെശയ്യാപ്രവാചകൻ്റെ വാക്കുകളിൽ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു, അടിതൊട്ട് മുടി വരെ സൗഖ്യവും ഇല്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. 1-5-6 വാക്യങ്ങൾ. പൗലോസ് പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. എഫേസ്യർ 2:1. സങ്കീർത്തനക്കാരനോ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളിരാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് പറയുന്നത് 14:3. പാപ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് സ്വയം വിടുതൽ ലഭിക്കില്ല. എന്നാൽ നമ്മുടെ മുറിവുകളെ, അതായത് പാപത്തെ പൊറിപ്പിക്കുന്ന ഒരുവൻ നമുക്കുണ്ട് എന്ന് യിരെമ്യാവ് പറയുന്നു. ഞാൻ നിൻ്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. യിരെമ്യാവ് 30:17. വീണ്ടും പറയുന്നത് ഞാൻ നിനക്ക് സൗഖ്യം നൽകി എൻ്റെ ജനമാക്കുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. യിരെമ്യാവ് 30:22. പാപത്തിൻ്റെ ഫലമായി സൗഖ്യമാക്കുവാൻ വയ്യാത്ത മുറിവുകളും പരുക്കളും മൂലം വേദന അനുഭവിക്കുന്ന നമ്മെ സകല അകൃത്യത്തിൽ നിന്നും വിടുവിച്ച് സ്വന്തം ജനമാക്കി തീർക്കുന്നതിനാ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വില വളരെ വലുതാണ്. ദൈവത്തിൻ്റെ തൊട്ടടുത്ത സ്ഥാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 8-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. 4-5 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലാവരും വിലയുള്ളവരാ. എന്നാൽ ദൈവം നമുക്ക് നൽകിയതുപോലെയുള്ള വില നമ്മളുടെ സഹോദരങ്ങൾക്ക് നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ എത്ര നിസ്സാരന്മാരായിട്ടാണ് നാം കാണുന്നത്. മനുഷ്യജീവനെ യാതൊരു വിലയും കൊടുക്കാതെയുള്ള പ്രവൃത്തിയല്ലേ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മെ തള്ളിക്കളയാതെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. അവൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വിലയുള്ളവനായി കണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു,
അതേ വിധത്തിൽ നീ നിൻ്റെ സഹോദരനെയും വിലയുള്ളതായി കണ്ട് സ്നേഹിക്കണം എന്ന്. പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്തതിൻ്റെ കാരണം എന്താണ്? എഫെസ്യർ 2:6-7 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതായത് പാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുവാനാ. കർത്താവിനോട് കൂടി ഇരിക്കുക എന്നത് എത്ര ഭാഗ്യകരമായ അനുഭവം ആണ്. പാപത്തിൻ്റെ കഠിനമായ അവസ്ഥയിൽ ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരും വേദനിച്ച് നിരാശയിൽ ജീവിക്കുകയാ. ഇതിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമല്ലേ? ആ വിടുതൽ യേശുവിൽ കൂടിയല്ലാതെ മറ്റെവിടെ നിന്നും നമുക്ക് ലഭിക്കില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് പാപത്തിൽ മോചനം ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. പാപത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. വീണ്ടെടുപ്പിൻ്റെ വില വളരെ വലുതാ. ആ വലിയ ശുശ്രൂഷയാ കാൽവറിയിൽ യേശു നിർവഹിച്ചത്. ക്രൂശിൻ്റെ ചുവട്ടിൽ ചെല്ലുന്ന ആർക്കും യേശു വിടുതൽ നൽകും. മാത്രമല്ല നിത്യജീവൻ നൽകി തന്നോടുകൂടി സ്വർഗത്തിലിരുത്തുകയും ചെയ്യും. ഈ പദവി അനുഭവിപ്പാൻ പാപമേറ്റു പറഞ്ഞ് ക്രൂശിൻ്റെ ചുവട്ടിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവെ, ക്രൂശിലൊഴുക്കിയ രക്തത്താൽ എന്നെയും ശുദ്ധീകരിച്ച് സ്വർഗീയ അനുഭവത്തിൽ നിന്നോടുകൂടി ചേർക്കണമേ. ആമേൻ. യേശുവിനു മഹത്വം.